ആക്ച്വലി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമതൊരു അതിജീവിതയുടെ ഒരു കേസ് കോടതിയിൽ ഇന്ന് അതിൻ്റെ ചില നിർണായകമായ മൊഴി, അതിജീവിതയുടെ മൊഴി ഒക്കെ എത്തിയിട്ടുണ്ട് എന്നൊരു വാക്ക് കേട്ടു. ഞാൻ അറിഞ്ഞത് ഇപ്പോൾ വന്നിരുന്ന മറ്റ് സോഷ്യൽ മീഡിയ കേട്ടിരുന്ന അതിജീവിതയുടെ അടുത്ത് പറയൂ, മൊഴി തരൂ എന്ന് പിറകെ നടക്കുന്നു എന്നൊക്കെയായിരുന്നു. അതീവ രഹസ്യമായി പൂങ്കുഴലി എന്ന IPS ഓഫീസർ പോയി, ബാംഗ്ലൂരാണ് ആ കുട്ടിയുള്ളത്, ആ കുട്ടിയെ പോയി കണ്ടു, ആ മൊഴി എടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറയാം എന്തൊക്കെയാണ് മൊഴിയുടെ ഭാഗമായി വന്നിരിക്കുന്നത് എന്ന്. ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഊരിപ്പോരാൻ ഉള്ള ലൂപ്പ് ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ എക്സിബിറ്റ് P4 എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ളൊരു പിടിവള്ളി തന്നെയായിരുന്നു. അതായത് അദ്ദേഹം ഗർഭചിത്രത്തിനുള്ള മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് എന്നുള്ള വാദം പൊളിക്കുന്ന രീതിയിലുള്ളതാണ് എക്സിബിറ്റ് P4 ആയിട്ട് ഹാജരാക്കിയിരിക്കുന്ന രേഖ. അതായത് ഈ പറയുന്ന അതിജീവിത മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയക്കുന്ന വോയിസ് ക്ലിപ്പുകളും അതോടുകൂടിയിട്ട് മരുന്ന് കൊണ്ടേ കൊടുക്കാനായിട്ട് സെക്കൻഡ് അക്യൂസ്ഡിന് അയച്ചു കൊടുക്കുന്ന അവരുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എക്സിബിറ്റ് P4 ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ ഹാജരാക്കിയിട്ടുള്ളത്, അതായത് S രാജീവ് ഹാജരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നോട്ട് അറസ്റ്റ് കിട്ടിയിട്ടും ഉണ്ടാവുക. അപ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആയിരുന്നു. പക്ഷെ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ സെക്കൻഡ് കേസ് പൊങ്ങി വരുന്നു. ആ പൊങ്ങി വരുന്ന കേസിൽ നോട്ട് അറസ്റ്റ് കിട്ടുന്നില്ല, ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. അപ്പോൾ രണ്ടാമത്തെ കേസ് പൂങ്കുഴലി ഇതുപോലെ തന്നെ IPS ഓഫീസർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതൽ വരുമ്പോഴത്തേനും കൃത്യമായിട്ടും അതിജീവിത അല്ലെങ്കിൽ ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും കേൾക്കുന്ന മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു മൊഴി തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ കേസ് ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ദിലീപ് കേസൊക്കെ കുറച്ചും കൂടി ഇതായിട്ട് വന്ന് നിൽക്കുന്നത് കൊണ്ട് രാഹുലിന് അത്യാവശ്യം ഇപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നോട്ട് അറസ്റ്റ് വീതി ഉണ്ട്. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ കേസ് ഇങ്ങനെ വഴി നിൽക്കുന്നുണ്ട്, SIT അന്വേഷിക്കില്ല. രണ്ട് കേസും രണ്ട് വഴിക്ക് നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കേസിൽ വേണമെങ്കിൽ പൊക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊക്കാണ്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, ഈ പറയുന്ന പിണറായി വിജയന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അല്ലാണ്ട് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെയിട്ട് ഒളിവിലാണ് എന്ന് പറയുന്നത് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും തികഞ്ഞ പരാജയമായിട്ട് തന്നെ നമ്മൾ കണക്കുകൂട്ടേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മുടെ ഇത്രയും വലിയ പോലീസ് സേന, ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പോലീസ് സേന എന്ന് 40 വട്ടം പറയുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പോലീസ് സേനയ്ക്ക് ഇതുപോലൊരാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം S രാജീവ് നമ്മുടെ സുജയ പാർവതിയോട് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ കൃത്യമായിട്ടും സുജയ പാർവതിക്ക് വായടക്കുന്ന ഒരു മറുപടി തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, രാഹുൽ ഒളിവിലല്ലല്ലോ, എക്സ്കൗണ്ടിങ് ആണ് എന്ന് നിങ്ങൾ എന്ത് ഇതിലാണ്, അയാൾ ഒളിവിലാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അദ്ദേഹം ഇപ്പോഴും കോടതിക്ക് മുന്നിലുണ്ട്. കോടതി ഇപ്പോൾ ഹാജരാവണം എന്ന് പറഞ്ഞാൽ ഹാജരാവാൻ തയ്യാറായി തന്നെ കോടതിക്ക് മുന്നിലുള്ള ആളാണ്. പിന്നെ ഏതർത്ഥത്തിലാണ് നിങ്ങൾ ഒളിവിലാണ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചിട്ട് മാധ്യമങ്ങളോട് S രാജീവ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒളിവിലാണ് എന്നുള്ള വാദം പോലും ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നതാണ്. അല്ല, ഒരു പരിധിവരെ രാഷ്ട്രീയമായി കോൺഗ്രസിനെ നാട്ടിക്കാം. ഒരു പഴയ കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ ഒളിവിലാണ് പോലീസ് പോയിട്ടും പിടിക്കും. ഈ ഒളിവിലാണ് എന്നുള്ളത് ലീഗലി നിൽക്കുന്ന ഒരു പോയിന്റ് അല്ല. ശരിക്കും ഒളിവിലാണ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് രാജീവ് പറയുന്നത്. അതായത് ഒളിവിലാണ് എന്നുള്ള ഒരാൾ കോടതി ഇപ്പോൾ ഹാജരാക്കാൻ പറഞ്ഞ് ഇപ്പോൾ ഹാജരാകാൻ തയ്യാറായി അദ്ദേഹം നിൽക്കുന്നുണ്ട്, അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒളിവിലാണ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നില്ലത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ചോദ്യം പോകേണ്ടത് പിണറായി വിജയൻ്റെ നേർക്ക് തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നേർക്ക് തന്നെയാണ് ഈ ചോദ്യം പോകേണ്ടത്. അതായത് ഐശ്വര്യ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ രണ്ടാമത് അതിജീവിത പെൺകുട്ടിയുടെ വന്നിരിക്കുന്ന മൊഴി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞെട്ടലുളവാക്കുന്നതാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് മുഖ്യധാര മാധ്യമത്തിൽ വന്നതാണ്. അതായത് ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് ആക്രോശിച്ചു കൊണ്ടാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഈ ക്ഷമിക്കുക ഈ പറയുന്ന ചെറുപ്പക്കാരനായ MLA രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത്. രാഹുൽ മാങ്കൂട്ടം ആക്രോശിച്ചുകൊണ്ട് ആണ് ഈ കുട്ടിയെ ബലാത്കാരമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഐ വാണ്ട് ടു റേപ്പ് യു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ആ പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചതിന് ശേഷം ദേഹമാസകലം മുറിവൊക്കെ ഉണ്ടായി. ആ കുട്ടി വളരെ ഇതായിപ്പോയി. അങ്ങനെ ആ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞിട്ട് പിന്നീട് 1 മാസം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ പിന്നെയും ക്ഷണിക്കുകയായിരുന്നു. ഇതൊരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയാണ് ആ കുട്ടിയെ ഇങ്ങനെ പീഡനത്തിനിരയാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അത് ഫെനി നൈനാൻ എന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു, കാറിൽ കൊണ്ടുപോയി എന്ന് ശക്തമായ തെളിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടി വരുന്നില്ല, വീണ്ടും ആ പെൺകുട്ടിയെ വിളിച്ചു, വരുന്നില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് വാഹനവും കൊണ്ടിട്ട് ഇദ്ദേഹം കാത്തുകെട്ടി കിടന്നു. പിന്നെ 1ാമത്തെ കേസിൽ
സ്ത്രീയോട് പറഞ്ഞതുപോലെ എനിക്കൊരു കുഞ്ഞ് വേണം എന്ന്, എനിക്കൊരു കുഞ്ഞ് വേണം, നമുക്കൊരു കുഞ്ഞ് വേണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ ഒരു സൈക്കോളജിക്കലി, നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൈബർ ലോകം നമ്മളെ വല്ലാതെ വേട്ടയാടും. പക്ഷേ ഇതെല്ലാം ഒരു മനുഷ്യന് ചേർന്ന പ്രക്രിയയാണോ എന്ന് ഈ സൈബറിലെ ഓരോരുത്തരും ചിന്തിക്കുക. ഇതെല്ലാം അവരവർക്ക് കാര്യങ്ങളാവുമ്പോൾ അവരവർക്ക് അത് വിഷമം മനസ്സിലാവുള്ളൂ. കാര്യം ഒരിക്കലും ഒരു നേതാവായി നമ്മൾ പറയുന്നത്, ഒരു ജനപ്രതിനിധി ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. അല്ല, ഉറപ്പായിട്ടും നമ്മൾ ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവരവർക്ക് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ പറയുന്നവര്, നമ്മളെ തെറി വിളിക്കുന്നവര്, അല്ലെങ്കിൽ സൈബർ പടയെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ തെറി വിളിക്കുന്നവരൊക്കെ സ്വന്തം കുടുംബത്തില്, സ്വന്തം വീട്ടില്, സ്വന്തം പെങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് ഉണ്ടാകുമ്പോഴേ അവർക്ക് ഈ വേദന ഉണ്ടാവും. അല്ല, ഉറപ്പായിട്ടും നമ്മൾക്കിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇതുപോലെ സെയിം എന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ടും വേറൊരു കേസ് ഇപ്പൊ ഇന്നിപ്പോ ചർച്ചയായിരിക്കുന്നതെന്ന് വെച്ചാൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു കേസ്. 9 വയസ്സുള്ള സ്വന്തം മകളെ അതിക്രമിച്ച ഒരുത്തനെ അവനെ പിടിച്ചിട്ട് അച്ഛൻ തന്നെ തല്ലി പോലീസിനെ ഏൽപ്പിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ സ്വന്തം മകൾക്ക് നേരെ ഒരുത്തൻ കൈ ചൂണ്ടിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് പിച്ചി നോവിച്ചാൽ പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്തു പോകും. അപ്പൊ ലൈംഗിക അതിക്രമം ആ കുട്ടിക്ക് നേരെ നടത്തുന്നത് കണ്ട ഒരു അച്ഛൻ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ തല്ലി എന്ന പേരിൽ ഇപ്പൊ ആ അച്ഛനെതിരെ, അതായത് അതിജീവിതയുടെ അച്ഛനെതിരെ ഇപ്പൊ കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അല്ല, ഇത് അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ല അവന്റെ തെറ്റ്, ഈ അച്ഛൻ തല്ലിയോ എന്നുള്ളതാണ്. അതൊക്കെ എവിടെ നടക്കുന്ന നീതിന്യായ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ എവിടെ നടക്കുന്ന കാര്യമാണ്. ഇതിപ്പോ കോൺഗ്രസ് പ്രവർത്തകര്, ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവര് ഇപ്പൊ അതെ നിയമം കയ്യിലെടുക്കല്. ആ കുഞ്ഞിനെ, ചേട്ടാ നമ്മുടെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ ഒരാള് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, നമ്മുടെ കുഞ്ഞിനെ വെറുതെ തല്ലിയെന്ന് പറഞ്ഞാൽ, ഒരു പിച്ചി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു അമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മുടെ മക്കളെ, ഒരാള് നമ്മുടെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നവരാണ് കുറ്റവാളികൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. നമ്മുടെ കുഞ്ഞിന് എന്ത് ചെയ്താലും കണ്ടു നിന്നോണം, നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. റെസ്പോണ്ട് ചെയ്താൽ നമ്മളെ പിടിച്ചകത്തിടും, ചെയ്തവൻ സുഖമായിട്ട് പുറത്ത് കിടക്കും. അപ്പൊ ഇതൊക്കെ ഏത് രീതിയിലുള്ള നിയമമാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും സ്ത്രീപക്ഷം എന്ന് പറയുന്നത്, അതെ, സ്ത്രീപക്ഷം എന്ന് ഇനിയെങ്കിലും പറയാതിരിക്കുക. ഇപ്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സ്ത്രീപക്ഷ കേരളം പിണറായിസം എന്നൊന്നും പറയാതിരിക്കുക. ഒരു കാര്യം കൂടെ ഇത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഇന്നത്തെ ദിവസം നമ്മൾ ഇത് സംസാരിക്കുന്ന ഈ ദിവസമാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ സർക്കാർ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാണ് കുറ്റക്കാരനല്ലെന്ന്. അതിൻ്റെ വിധി പറഞ്ഞ ജഡ്ജിനെ കുറിച്ചൊക്കെ പുറമേ ഉള്ള സംസാരങ്ങളൊക്കെ കേട്ടാൽ നമ്മളൊരിക്കലും ജഡ്ജിനെ കുറ്റം പറയാൻ പാടില്ല. എങ്കിലും അത് നമ്മൾ വിളിച്ച് സംസാരിച്ച ഗസ്റ്റുകളൊക്കെ ഇത് നമ്മളെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക ആ ജഡ്ജിനെ കുറിച്ചൊക്കെ. ഒരു പ്രമുഖ CPM നേതാവിന്റെ മകളാണ്, കരുവന്നൂർ കേസിലെ പ്രതി കൂടിയായ പ്രമുഖ CPM നേതാവിന്റെ മകൾ. ഒരു കള്ളപ്പണ കേസിലെ, ഒരു ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയുടെ മകളായിട്ടുള്ള ഒരു ജഡ്ജാണ്. നമ്മൾ ഒരിക്കലും ജഡ്ജിനെ, കോടതിയെ കുറ്റം പറയുന്നതല്ല. ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിജീവിത പറയുന്ന കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ, ഞാൻ പറയുന്നതെല്ലാം നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചു വന്നത് ഞാൻ നിങ്ങളുടെ സ്റ്റെനോ അല്ല എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ പറയുന്നതൊക്കെ എഴുതുക. അതൊക്കെ ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഇതിങ്ങനെ അവരുടെ ഒരു ഭാഷയും പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാനുഷികമായി പെരുമാറുന്ന എത്രയോ ജഡ്ജസ്, നമ്മൾ ശ്രീദേവി എന്നൊരു ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജസ്റ്റിസ് ശ്രീദേവി, നിരവധി പേരുണ്ട്, നിരവധി പേര്. ഇവരൊക്കെ നമ്മൾ പറയുന്ന നിയമത്തെയോ നിയമവ്യവസ്ഥയോ ജഡ്ജസിനെയോ ഒന്നും കുറ്റം പറയുന്നതല്ല. ഇത് നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് അതിദാരുണം. ഞാനിപ്പോൾ ഒരു പ്രമുഖ ജേർണലിസ്റ്റിനെ വിളിച്ച് സംസാരിച്ചു ഈ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇതെല്ലാം തുടക്കം മുതലേ അറിയാമായിരുന്നു ദിലീപ് രക്ഷപ്പെടും. ഇതിൽ തെളിയിക്കേണ്ട ഈ കേസിൽ അദ്ദേഹം ഇൻവോൾവ് അല്ല. നമ്മൾ വിഷയം മാറിപ്പോകുന്നതാണ്. ദിലീപ് ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിന് ഇത്രയും നാൾ ഈ പറയുന്ന വിചാരണ കോടതിയിൽ അദ്ദേഹം കാശ് ചിലവാക്കി? അത് നമ്മൾ ചിന്തിക്കുക. ഏതായാലും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെ തിരികെ വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ വിഷയത്തിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹത്തെ പൂട്ടാനായി സർക്കാർ. അദ്ദേഹത്തിന് ഒളിപ്പിച്ചിരിക്കുന്നതും സഹായിക്കുന്നതും ഇതേ പിണറായി വിജയൻ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ തദ്ദേശ ഇലക്ഷന് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഈ മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴും ഇദ്ദേഹം പിടികിട്ടപ്പുള്ളിയാണ്. അത് ആർക്കാണ് കോട്ടം, ആർക്കാണ് നേട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്.